നമസ്കാരം. വ്ളാദിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ്. ട്രംപും യുഎസും പരാജയം സമാനമായ തിരിച്ചടിയിൽ ഇറാൻ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ യഥാർത്ഥ വിജയി ആരാണ് എന്ന അന്വേഷണം നമ്മൾ പുടിനിലേക്കാണ് എത്തിക്കുക, റഷ്യയിലേക്ക്. അയത്തുള്ള അലി ഖമനേയി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇസ്രായേൽ കൊലയാളി സംഘം പോയി കൊല്ലുമ്പോൾ ലോകം ഞെട്ടിയിരുന്നു. അടുത്തതാരായാലും കൊല്ലും, ഭരണകൂടത്തെ നമ്മൾ നിർണയിക്കും, നമ്മുടെ പാവ സർക്കാർ അവിടെ അധികാരത്തിൽ വരും എന്ന് നെതന്യാഹുവും ട്രംപും പറഞ്ഞപ്പോൾ ലോകം അതന്നെ നടക്കും, അവർ പറഞ്ഞതേ നടക്കുള്ളൂ എന്ന് കരുതി. എന്നാൽ പിന്നാലെ ഇറാൻ പുല്ലുപോലെ പുതിയ ഖമനേയിയെ പ്രഖ്യാപിച്ചു, മുജ്തബ ഖമനേയി. അതിനിടയിൽ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും കൊലപാതകങ്ങൾ നടക്കുമ്പോഴും പ്രഖ്യാപിച്ച ഭീഷണി നടപ്പാക്കാൻ യുഎസിനും ഇസ്രായേലിനും കഴിഞ്ഞതേയില്ല. 7 അയലത്ത് ലക്ഷ്യങ്ങളുടെ 7 അയലത്തെത്താൻ കഴിഞ്ഞില്ല. ഖമനേയി പുട്ടിൻ്റെ കയ്യിൽ സുരക്ഷിതനാണ് എന്ന് വാർത്തകൾ വരെ വന്നു. മുജ്തബ പുട്ടിൻ്റെ മതിലിനപ്പുറത്താണ് എന്ന ഊഹാപോഹങ്ങൾ ഒക്കെ പ്രചരിച്ചു. വസ്തുത എന്തായാലും ലോകത്തിൻ്റെ കണ്ണുകളായ CIA-ക്കും മൊസാദിനും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും രഹസ്യാന്വേഷണ ഏജൻസികൾക്കൊന്നും ഇതുവരെ ആളെ കണ്ടെത്താനായിട്ടില്ല. ഇറാനിൽ ഇട്ട ബോംബുകളുടെ പുകയല്ലാതെ ഇറാൻ്റെ പുക കണ്ടില്ല. ഇറാൻ്റെ നിശ്ചയദാർഢ്യത്തിനപ്പുറം കരുത്തിനും ഒപ്പം രഹസ്യാന്വേഷണ സഹായം മുതൽ ആയുധ പിന്തുണ ഉൾപ്പെടെ ഇറാന് വേണ്ടതെല്ലാം നൽകാൻ റഷ്യ ഉറച്ചു നിന്നപ്പോൾ യുദ്ധഗതി തന്നെ മറ്റൊന്നായി. ലോകം ഇതുവരെ കാണാത്തത് ഇറാനിൽ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത് ഇറാൻ യുദ്ധത്തിൽ റഷ്യയുടെ വിജയം എന്ന്. ഈ വീഡിയോയിൽ നമ്മൾ ഇറാൻ യുദ്ധത്തിൽ റഷ്യയുടെ 5 കാരണങ്ങൾ, റഷ്യയുടെ 5 ഇടപെടൽ വിജയങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1. എണ്ണ. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് യുദ്ധത്തിൽ നിർണായകമായ വഴിത്തിരിവായത്, അമേരിക്കയെ സ്തംഭിപ്പിച്ചത്. US ഇസ്രായേൽ കപ്പലുകൾ ഇറാൻ തടഞ്ഞു. അവരെ യുദ്ധത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകളും തടയും എന്ന് പ്രഖ്യാപിച്ചു, നടപടികളെടുത്തു. നയതന്ത്രപരമായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് ഒരടുപ്പമുണ്ടാക്കാനും യുദ്ധകാലത്തുണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ പോലും അതിജീവിച്ച് വിവിധ രാജ്യങ്ങളുമായി സംവദിക്കാനുമുള്ള സാധ്യതയായി ഇറാന് ഹോർമുസ് മാറി. ഈ ഘട്ടത്തിൽ എണ്ണ രാജാക്കളായ US-നെ മറികടന്ന് ലോകത്ത് റഷ്യൻ എണ്ണയ്ക്ക് വീണ്ടും ഡിമാൻഡ് ഉണ്ടായി. ലോകത്തിലെ 1/5 എണ്ണ നീക്കം പ്രതിസന്ധിയിലായതോടെ റഷ്യക്ക് അത് വീണ്ടും നേട്ടമായി, വലിയ നേട്ടമായി. സാമ്പത്തികമായും നയതന്ത്രപരമായും റഷ്യ നേരത്തെയുള്ള സാഹചര്യങ്ങളെ മറികടന്നു. US ഉപരോധങ്ങൾ അസ്ഥാനത്തായി. ശാക്തിക ബലാബലത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിഞ്ഞു. ആ സമ്പത്ത്, രണ്ടാമത്തെ വിജയം ആ സമ്പത്താണ്. എണ്ണ വഴി എണ്ണവില ഉയരുകയും ഉപരോധങ്ങൾ ഒഴിവാക്കുകയും ചെയ്തതോടെ മോസ്കോ ഈ ഘട്ടത്തിൽ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നാണ് വിലയിരുത്തൽ. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടൽ ഊർജ്ജ വില കുത്തനെ ഉയർത്തി. ഒരു മാസത്തിനുള്ളിൽ റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ബാരലിൻ്റെ വില $57 നിന്ന് $115 ഉയർന്നു. റഷ്യക്കെതിരായ ചില ഉപരോധങ്ങൾ നീക്കപ്പെട്ടു. 30 ദിവസത്തേക്ക് അനുമതിയില്ലാതെ കടലിൽ ക്രെംലിൻ എണ്ണ വാങ്ങാൻ രാജ്യങ്ങളെ അനുവദിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം ഉത്തരവിറക്കിയതും പുടിന് വലിയ നേട്ടമായെന്ന് കണക്കുകൾ ഉദ്ധരിച്ച് US പത്രം ദ ഹിൽ റിപ്പോർട്ട് ചെയ്തു. യുക്രൈനിൽ യുദ്ധത്തിലടക്കം ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി റഷ്യക്കുണ്ടായിരുന്നു. അതിനെ അതിജീവിക്കാൻ ഇതൊരു അവസരമായി മാറി എന്നുള്ളതാണ്. മൂന്നാമത്തേത് യുക്രൈൻ യുദ്ധത്തിൽ ഉണ്ടായ നേട്ടമാണ്. റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്ത് ക്ഷീണാവസ്ഥയിലായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഇറാൻ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ. പ്രത്യേകിച്ച് സൈനിക സാമ്പത്തിക കാര്യങ്ങളിൽ ഇറാൻ യുദ്ധകാലത്ത് സാമ്പത്തിക നിലയിൽ കുതിപ്പുണ്ടായി എന്നത് മാത്രമല്ല, യുക്രൈൻ സമാധാന ചർച്ചകളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള സാഹചര്യവും സാവകാശവും റഷ്യക്ക് ലഭിച്ചു. പ്രത്യേകിച്ചും റഷ്യ അവകാശപ്പെട്ട കൈയടക്കിയ യുക്രൈൻ ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന ഘട്ടം വരെ എത്തിയതാണ്. എന്നാൽ ഇറാൻ യുദ്ധത്തോടെ US-ന്റെ ശ്രദ്ധ മാറി. സമാധാന ചർച്ചയും അസ്ഥാനത്തായി. നാറ്റോ രാജ്യങ്ങൾക്കും കോൺസെൻട്രേഷൻ ഇല്ലാണ്ടായി. ട്രംപ് ഭരണകൂടത്തിന് യുക്രൈനിൽ മുൻഗണനയേയില്ല. സെലൻസ്കിയെ ട്രംപ് ഒരു ശല്യമായാണ് കാണുന്നത്. അതിനിടെ ഇറാൻ യുദ്ധം കൂടി വന്നതോടെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥയായി. ഈ ഘട്ടത്തിൽ റഷ്യ കരുത്ത് നേടി. ഇനി അതിനിടെ സെലൻസ്കി ഇറാനെതിരായ ആയുധ വിതരണത്തിന് വരെ ഇറങ്ങിത്തിരിച്ചു. GCC രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് വരെ പ്രഖ്യാപിച്ച് സെലൻസ്കി രംഗത്തെത്തി. റഷ്യ ഇത് പ്രകോപിപ്പിച്ചു. ഇനി സെലൻസ്കിക്ക് ഒന്നും എളുപ്പമാകില്ല നിലവിലെ സാഹചര്യത്തിൽ എന്നുള്ളതാണ്. നാലാമത്തേത് നയതന്ത്രപരമായ നേട്ടമാണ്. നാറ്റോയുമായി ട്രംപ് സമ്പൂർണ്ണമായി അകന്നതാണ്. നേരത്തെ തന്നെ നാറ്റോയോട് ഇദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. മൂപ്പർക്ക് UN നാറ്റോ ഒന്നും വേണ്ട, ഞങ്ങൾ മതി എന്നുള്ളതാണല്ലോ. ട്രംപ് യുക്രൈൻ യുദ്ധ പരിഹാര ശ്രമത്തിനിടെയാണ് വലിയ തോതിൽ നാറ്റോയുമായി സംഘർഷത്തിലായത്. ഒടുവിൽ അക്കാലത്ത് ഫണ്ട് വെട്ടിക്കുറക്കുന്നതടക്കം നാറ്റോയ്ക്കുള്ള ഫണ്ട് അടക്കം തരൂല എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നാലെ ഗ്രീൻലാൻഡിനെ ചൊല്ലിയും യുക്രൈനുമായി നാറ്റോ ഉടക്കി. ഒടുവിൽ ഇറാൻ യുദ്ധകാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളടക്കം യുദ്ധത്തിന് സഹായം അഭ്യർത്ഥിച്ചിട്ടും സഹായത്തിന് രംഗത്തിറങ്ങാത്തത് ട്രംപിന് പ്രകോപനായി. പലപ്പോഴും ട്രംപ് ആവശ്യപ്പെട്ടാണ്. മാത്രമല്ല ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, സ്പെയിൻ ഇങ്ങനെ പ്രധാന രാജ്യങ്ങൾ നിർണായക ഘട്ടത്തിൽ വ്യോമപാത നിഷേധിച്ചതടക്കം
ഇറാൻ യുദ്ധത്തിലെ ഗതിനിർണായക തീരുമാനങ്ങൾ പുറത്തു വന്നു. ഒരർത്ഥത്തിൽ നാറ്റോ അംഗത്വം കൊടുക്കുന്നതിനെതിരായ നീക്കമായി പുടിൻ യുക്രൈനെതിരെ ആരംഭിച്ച യുദ്ധം അവിടെ അതുപോലെ നിൽക്കുമ്പോൾ നാറ്റോയിൽ തന്നെ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായത് ഭാവി നിലപാടുകളിലും മാറ്റമുണ്ടാക്കും എന്ന സൂചനകളാണ് തരുന്നത്. അവിടെയും പുടിന് നേട്ടം തന്നെ. യുക്രൈന് നാറ്റോ അംഗത്വം എന്ന സെലൻസ്കിയുടെ സ്വപ്നം ഏക ശബ്ദത്തിൽ നടപ്പാകില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായി യുദ്ധകാലം. യുക്രൈൻ സമാധാന ചർച്ച പുനരാരംഭിക്കുമ്പോൾ സെലൻസ്കിക്ക് പഴയതുപോലെ കാര്യങ്ങൾ എളുപ്പമല്ല എന്നർത്ഥം. അഞ്ചാമത്തേതാണ് ഏറ്റവും സുപ്രധാനമായ റഷ്യയുടെ വിജയം. ഈ യുദ്ധത്തിലെ ഗതി നിർണായകമായൊരു ഘടകം ആയുധ സഹായം ഭാവിയിലും റഷ്യക്ക് വലിയ സാധ്യതയായി നിലനിർത്താനിടയുള്ള ഏറ്റവും വലിയ വിജയം. ഇറാൻ യുദ്ധത്തിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സിൽ നിൽക്കുമ്പോൾ റഷ്യയുടെ ആധിപത്യം എണ്ണ, സാമ്പത്തികം, നയതന്ത്രം എന്നിവയിലൊന്നും ചുരുങ്ങുന്നില്ല. റഷ്യയുടെ നേട്ടം ആയുധങ്ങളുടെ കാര്യത്തിൽ കൂടിയാണ്. ഈ യുദ്ധത്തിൽ US-ന്റെ പരാജയ സമാനമായ പ്രതിസന്ധിയിലേക്ക് അവരെ നയിച്ചത് റഷ്യയുടെ ആയുധത്തിൻ്റെ ബലത്തിലുള്ള ഇറാന് പിന്നിൽ അണിനിരന്ന ഇറാനെ സഹായിച്ച സാഹചര്യമാണ്. ഇറാന് റഷ്യയുടെ ആയുധത്തിൻ്റെ പിൻബലം ഉണ്ടായിരുന്നു. എന്താണത്? എങ്ങനെയാണ് ഇറാൻ്റെ വിജയസമാനമായ നേട്ടത്തിലേക്ക് റഷ്യൻ ആയുധങ്ങൾ എങ്ങനെയാണ് എത്തിച്ചത്? ഹരിത ഇവാൻ സാവിത്രി അത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. ഹരിത സാവിത്രി എന്ന എഴുത്തുകാരി, അവരെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവർ യുദ്ധകാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആൾ കൂടിയാണ്. ഹരിത സാവിത്രിയുടെ ലേഖനത്തിലെ പ്രധാന കാര്യം ഈ യുദ്ധം ഭാവിയിൽ ലോകത്ത് നടക്കാനിരിക്കുന്ന ആക്രമണങ്ങളുടെയൊക്കെ ഗതി നിർണ്ണയിക്കുന്ന ഒരു യുദ്ധമാണ് എന്നാണ്. അതിനൊപ്പം ചിലവ് ചുരുങ്ങിയ ആയുധശേഷി നേടിയെടുത്ത് ഇറാനെ പോലുള്ള രാജ്യങ്ങൾക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ എന്താണ് സാഹചര്യം ഒരുക്കിയത് എന്നുള്ള നിരീക്ഷണം നടത്തുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈൻ എടുത്ത സമീപനം, അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റഷ്യയുടെ സഹായത്തോടുകൂടി ഡ്രോണുകൾ ഉണ്ടാക്കിയ ഗതി നിർണായകമായ യുദ്ധത്തിലെ മാറ്റങ്ങൾ, അതിൽ റഷ്യയുടെ ആയുധ മേഖലയിലെ സഹായം, പ്രത്യേകിച്ചും ഡ്രോൺ പോലെയുള്ള ചെലവ് ചുരുങ്ങിയ ആയുധങ്ങളുടെ, അമേരിക്കൻ ആയുധങ്ങളെ അപേക്ഷിച്ച് ചെലവ് ചുരുങ്ങിയ ആയുധങ്ങളുടെ സഹായം ഇറാനെ സംബന്ധിച്ച് US-നോടും ഇസ്രായേലിനോടും പോരാടി നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട വിജയ കാരണമായി നിൽക്കുന്നുണ്ട്. അത്തരം പ്രതിരോധത്തിന് റഷ്യയുടെ സഹായം പ്രധാനമായി നിന്നു എന്നുള്ളതാണ്. ആയുധങ്ങളുടെ കാര്യത്തിൽ റഷ്യ ഇറാൻ സംയുക്തമായ നീക്കം, അതിൻ്റെ റിസൾട്ട് കൂടിയാണ് യുദ്ധം എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ചില പോയിന്റുകളാണ് ഹരിത സാവിത്രി പറയുന്നത്. അവരുടെ മുഴുവൻ ലേഖനം പ്രധാനപ്പെട്ട ആയുധങ്ങളുടെ കാര്യത്തിലുള്ള വ്യത്യസ്ത മേഖലകളിലേക്ക് കടന്നു ചെല്ലുന്ന സൂക്ഷ്മാംശങ്ങൾ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലേഖനമാണ്. അതിലെ റഷ്യ ഇറാൻ സംയുക്ത സഹായം, ഇറാനുണ്ടായ സഹായം ആയുധങ്ങളുടെ കാര്യത്തിൽ എന്താണ് എന്ന് മാത്രം പറയുന്ന ഭാഗം നമുക്ക് നോക്കാം. യുദ്ധം എന്നാൽ ടാങ്കുകളും വിമാനങ്ങളും യുദ്ധക്കപ്പലുകളും മാത്രമായിരുന്ന കാലം കഴിഞ്ഞു. ഇന്ന് യുദ്ധമുഖം ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്നു. ചെലവ് കുറഞ്ഞതും എന്നാൽ മാരകവുമായ ഡ്രോണുകളാണ് ഇന്നത്തെ യുദ്ധങ്ങളിലെ പ്രധാന ആയുധം. യുക്രൈൻ, ഇറാൻ, റഷ്യ, ഇസ്രായേൽ, പലസ്തീൻ, ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ സംഘർഷങ്ങൾ ഒരേ യുദ്ധതന്ത്രത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ്. ഇറാനിലെ സംഘർഷം യുദ്ധ ചെലവുകളെ പറ്റിയുള്ള പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഒരു ഷഹീദ് ഡ്രോണിൻ്റെ വില ഏകദേശം $25,000. ഇതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാട്രിയറ്റ് മിസൈലിൻ്റെ വില $4 മില്യൺ. യുദ്ധത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ മാത്രം UAE-ക്കെതിരെ 1422 ഡ്രോണുകളും 246 മിസൈലുകളും ഇറാൻ വിക്ഷേപിച്ചു. ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലും വൻതോതിലുള്ള ആക്രമണങ്ങൾ നേരിട്ടു. ഇത്രയും വലിയ ആക്രമണങ്ങളെ നേരിടാൻ ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാടുപെടുകയാണ്. ഒരു US F-16 ഫൈറ്റർ 1 മണിക്കൂർ പറക്കാൻ തന്നെ $25,000 ചെലവാകും. ആക്രമണം നടത്തുന്നവർ ആയിരങ്ങൾ ചെലവഴിക്കുമ്പോൾ പ്രതിരോധിക്കുന്നവർ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന പുതിയ യുദ്ധഗണിതം. യുക്രൈൻ യുദ്ധത്തിൽ ഈ ഡ്രോൺ തന്ത്രം പരീക്ഷിച്ചത് റഷ്യയാണ്. ഷഹീദ് ഡ്രോണുകൾ യുക്രൈനിൽ റഷ്യൻ സേന വ്യാപകമായി ഉപയോഗിച്ചു. 2022 ശരത്കാലം മുതൽ റഷ്യൻ സേന ആയിരക്കണക്കിന് ഷഹീദ് ഡ്രോണുകൾ യുക്രൈനിൽ വിക്ഷേപിച്ചു. ഇപ്പോഴവർ സ്വന്തമായി ഗറാൻ 2, ഗറാൻ 3 ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഈ ഡ്രോണുകളിൽ ജെറ്റ് എഞ്ചിനുകളും ആൻറ്റി ജാമർ സംവിധാനങ്ങളും AI കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ സ്പെഷ്യലിസ്റ്റുകൾ നൽകിയ സാങ്കേതിക സഹായത്തോടെ ഇറാനും കൂടുതൽ നൂതനമായ ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കിരീടത്തിലെ രത്നമാണ് ഷഹീദ് 136 ഡ്രോൺ. ഫാർസിയിൽ സാക്ഷി എന്നർത്ഥം വരുന്ന പേരുള്ള ഈ ഡ്രോണിന് 3.5 മീറ്റർ നീളവും 2.5 മീറ്റർ ചിറകിൻ്റെ വിസ്താരവുമുണ്ട്. 2000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കും. ഉയർന്ന പൊട്ടിത്തെറി ശേഷി, 50 കിലോഗ്രാം വാർ ഹെഡ് വഹിക്കാൻ കഴിയുന്ന അവസ്ഥ. 2025 മാത്രം റഷ്യ 54,000 ഗറാൻ 3 ഡ്രോണുകളാണ് യുക്രൈനെതിരെ ഉപയോഗിച്ചത്. 2025 റഷ്യയും ഇറാനും ഡ്രോൺ നിർമ്മാണത്തിൽ പൂർണ്ണ തോതിലുള്ള സഹകരണം ആരംഭിച്ചു. റഷ്യയിലെ എക്കാറ്ററിൻബർഗിൽ അവർ ഒരു ഡ്രോൺ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചു. യുക്രൈനിൽ പരീക്ഷിച്ച എല്ലാ പാഠങ്ങളും റഷ്യ ഇറാനുമായി പങ്കിട്ടു.
ഡ്രോണുകൾ താഴ്ന്ന ഉയരത്തിൽ പറത്തുന്നതിലൂടെ എങ്ങനെ കൂടുതൽ ഫലപ്രദമായി ആക്രമിക്കാം, റഡാറുകളെ എങ്ങനെ കബളിപ്പിക്കാം, ഒന്നിലധികം ഡ്രോണുകൾ ഒരുമിച്ച് ഉപയോഗിച്ച് ആക്രമിക്കുന്നത് എങ്ങനെ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. റഷ്യയും ഇറാനും തമ്മിലുള്ള ഡ്രോൺ സഹകരണം യുദ്ധത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കുന്നു. 2025 ഇരു രാജ്യങ്ങളും $25 ബില്യൺ ഏകദേശം 2,10,000 കോടി രൂപ വരും പുതിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കാനുള്ള കരാറിൽ ഈ ചെലവിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഇതിനു പുറമെ ഡ്രോൺ നിർമ്മാണത്തിലും സഹകരണം വർദ്ധിപ്പിച്ചു. റഷ്യൻ സ്പെഷ്യലിസ്റ്റുകൾ ഇറാനിയൻ ഡ്രോണുകൾക്ക് നിരവധി നവീകരണങ്ങൾ വരുത്തി. ജെറ്റ് എഞ്ചിനുകൾ, ആന്റി ജാമർ സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ പ്ലാറ്റ്ഫോമുകൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ എന്നിവ ഇവയിൽ പെടുന്നു. ഗറാൻ 2, ഗറാൻ 3 എന്നീ പേരുകളിൽ റഷ്യ സ്വന്തമായി ഡ്രോണുകൾ നിർമ്മിക്കുന്നു. ഇറാനും ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കി കൂടുതൽ നൂതനമായ ഡ്രോണുകൾ നിർമ്മിക്കാൻ തുടങ്ങി. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഡ്രോണുകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി. യുദ്ധത്തിന്റെ ആദ്യ ആഴ്ചയിൽ മാത്രം UAEയിൽ 1422 ഡ്രോണുകളും 246 മിസൈലുകളും അവർ വിക്ഷേപിച്ചു. UAEയുടെ റഫാഹ് പ്രദേശത്തെ വ്യോമതാവളം, അബുദാബിയിലെ വ്യാവസായിക സൗകര്യങ്ങൾ, ദുബായിലെ അന്തർദേശീയ വിമാനത്താവളം എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന ആക്രമണം. സൗദി അറേബ്യയിലെ റിയാദ്, ബഹ്റൈനിലെ ജലശുദ്ധീകരണ പ്ലാന്റുകൾ, ഖത്തറിലെ റാസ് ലഫാൻ LNG കേന്ദ്രം, ഒമാനിലെ ദുഖ്മ് തുറമുഖം എന്നിവയും ആക്രമിക്കപ്പെട്ടു. ഒന്നിലധികം ഡ്രോണുകൾ ഒരുമിച്ച് വ്യത്യസ്ത ഉയരങ്ങളിൽ, വ്യത്യസ്ത ദിശകളിൽ നിന്ന് ആക്രമിക്കുന്ന രീതിയാണ് ഇറാൻ സ്വീകരിച്ചത്. ഇത് പ്രതിരോധ സംവിധാനങ്ങളെ എളുപ്പത്തിൽ കീഴടക്കുന്നു. ഡ്രോണുകൾ താഴ്ന്ന ഉയരത്തിൽ പറത്തി അവർ റഡാറുകളെ കബളിപ്പിക്കുന്നു. യുക്രൈനിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ് പ്രയോഗിക്കപ്പെട്ടത്. യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും പാട്രിയറ്റ് പോലുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കുകയും ചെയ്തു. എന്നാൽ ഇവയുടെ പരിമിതികൾ വ്യക്തമാണ്. ഒരു പാട്രിയറ്റ് മിസൈലിൻ്റെ വില $4 മില്യൺ, ഒരു ഷഹീദ് ഡ്രോണിൻ്റെ വില $25,000 മാത്രം. ഈ പരിമിതി മറികടക്കാൻ അമേരിക്ക യുക്രൈനിയൻ മാതൃക സ്വീകരിക്കുകയാണ് ചെയ്തത്. അവർ ഇന്റർസെപ്റ്റർ ഡ്രോണുകൾ വൻതോതിൽ ശേഖരിക്കാൻ തുടങ്ങി. നിരവധി അമേരിക്കൻ കമ്പനികൾക്ക് യുക്രൈനിയൻ സാങ്കേതികവിദ്യ ലൈസൻസ് ചെയ്തു. യുക്രൈനിൽ നിന്നുള്ള വിദഗ്ധർ ഗൾഫ് രാജ്യങ്ങളിൽ പരിശീലനം നൽകി. ഇസ്രായേൽ അയൺ ഡോം പോലുള്ള നൂതന പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ ഇവ പര്യാപ്തമല്ല എന്ന് തെളിയിക്കപ്പെട്ടു. ഇറാനിയൻ ഡ്രോൺ ഭീഷണിയെ നേരിടാനായി ഇസ്രായേൽ, സൈപ്രസ്, ജോർദാൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ റഡാർ സംവിധാനങ്ങൾ തന്നെ സ്ഥാപിച്ചു. യുക്രൈൻ ഡാറ്റയും ഇന്റലിജൻസ് വിവരങ്ങളും ഇസ്രായേലുമായി പങ്കിടുന്നുണ്ട്. യുദ്ധം ഇപ്പോൾ ഡ്രോൺ ടെക്നോളജിയുടെ മത്സരമായി മാറിയിരിക്കുന്നു. ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയുടെ വിലയിരുത്തൽ ശരിയാണ്. യുക്രൈൻ, ഇറാൻ, ഗൾഫ്, ഇസ്രായേൽ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ വെവ്വേറെയല്ല. അവ ഒരേ ഡ്രോൺ യുദ്ധത്തിൻ്റെ വ്യത്യസ്ത മുന്നണികളാണ്. യുക്രൈനിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇപ്പോൾ മധ്യ പൗരസ്ത്യ ദേശത്തിൽ പ്രയോഗിക്കപ്പെടുന്നു. ഈ യുദ്ധത്തിൻ്റെ വിജയിയായിരിക്കും അടുത്ത ദശകത്തിലെ യുദ്ധ രീതികളെ നിർവചിക്കുക എന്നാണ് ഹരിത സാവിത്രി നിരീക്ഷിക്കുന്നത്. ഈ നിരീക്ഷണത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇറാനുമായി സംയുക്തമായി റഷ്യ നടത്തിയ ഇടപെടൽ. ഈ യുദ്ധത്തിൽ ആക്രമണത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ റഷ്യയുടെ ഇടപെടൽ എന്താണ് എന്ന് പ്രധാനമായി നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ വലിയ ലേഖനമാണ്, അതിലൊരു ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധത്തിലെ ആത്യന്തിക വിജയി ഒന്നാമതായി റഷ്യയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നർത്ഥം. ഇനി ലോകക്രമത്തിൽ റഷ്യയുടെയും പുട്ടിൻ്റെയും നീക്കങ്ങൾ ആകാംക്ഷ കൂട്ടുകയാണ്. നന്ദി, നമസ്കാരം.